എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള വ്യക്തിയുടെ മനോഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളോടും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടും, നിങ്ങളുടേതല്ല തേർഡ് പാർട്ടി, നിങ്ങളുടെയോടും ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന തേർഡ് പാർട്ടിയോടുമുള്ള മനോഭാവത്തിൽ ആ വ്യക്തിക്ക് കൃത്യമായ മാറ്റം വരുന്നു. ഏത് ബന്ധമാണ് ശ്രേഷ്ഠമെന്നും ഏത് ബന്ധമാണ് മര്യാദയെന്നും ഏത് ബന്ധമാണ് എന്നെന്നും നിലനിൽക്കുന്നതെന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ടാണ് തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നത്. തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ ഇടയിലേക്കുള്ള കടന്നു വരവ് നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിച്ചു. അനാവശ്യമായ തേർഡ് പാർട്ടിക്ക് നിങ്ങളും സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പക്ഷെ അതൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും നല്ല ജീവിതത്തിലേക്ക് ആ തേർഡ് പാർട്ടി കടന്നു വരികയും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തെ തകിടം മറിക്കുകയൊക്കെ ചെയ്തു. മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്തിന് എന്നോട് ഇത്തരത്തിൽ ആ തേർഡ് പാർട്ടി ചെയ്തു എന്ന് നിങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ട്. അത്രയും മര്യാദയില്ലായ്മ ആ തേർഡ് പാർട്ടി കാണിച്ചു. പലകുറി നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ മനസ്സിലെ വേദനകൾ, അനാവശ്യമായ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിങ്ങലുകൾ, പക്ഷെ അതൊന്നും ആ വ്യക്തി അപ്പോൾ കേൾക്കാനോ മനസ്സിലാക്കാനോ തയ്യാറായില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് ചില പ്രതിസന്ധികൾ തന്നെ അതിൽ പ്രധാനപ്പെട്ടതായി. ചില കമ്മിറ്റ്മെൻറ്റുകൾ ആ വ്യക്തിക്ക് ഒരു പക്ഷേ നൽകേണ്ടി വന്നു. ആ വ്യക്തി ഒരു പക്ഷേ ഈ തേർഡ് പാർട്ടിയെ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് വിശ്വസിച്ചിരിക്കാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. അങ്ങനെ ആ ഘട്ടത്തിൽ ആ വ്യക്തി വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഇപ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരവസരം ലഭിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടും കേൾക്കാതിരുന്ന ആ വ്യക്തിക്ക് താൻ ചെയ്യുന്നത് ശരിയാണ് എന്നായിരുന്നു മുൻപുള്ള ധാരണ. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയുടെ ഫലമാണെന്ന് പറയാം. അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയുടെയും ശുദ്ധതയുടെയും ഫലമായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാലം വരികയാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ആത്മാർത്ഥമായി തിരിച്ച് സ്നേഹിക്കുന്ന വ്യക്തിയും തേർഡ് പാർട്ടിയുടെ കള്ളക്കളികൾ, തേർഡ് പാർട്ടിയുടെ ദുരുദ്ദേശങ്ങൾ, തേർഡ് പാർട്ടി വെച്ച് ശത്രുക്കൾ കളിച്ചതിൻ്റെ ഉദ്ദേശമെല്ലാം ആ വ്യക്തിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ പൈല്, ഒന്നും തലയിൽ കയറാത്ത അവസ്ഥയിലായിരുന്നു നിങ്ങളുടെ വ്യക്തി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ ഓതിക്കൊടുത്താലും അതൊന്നും മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എന്നേക്കുമായി മാഞ്ഞു പോയിരുന്നു. ഒരു ഘട്ടത്തിലും നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള വേദനകൾ, നിങ്ങളുടെ മനസ്സിലുള്ള പ്രതിസന്ധികൾ അതൊന്നും മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചില്ലായിരുന്നു. ആ വ്യക്തി അങ്ങനെ ജീവിച്ചു പോകുന്നു. നിങ്ങളും ജീവിച്ചു പോകുന്നു. ആ വ്യക്തി പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കുക. ആ വ്യക്തിയുടെ ചിന്തക്ക് അനുകൂലമായിട്ട് നിങ്ങൾ പോവുക. ബാക്കിയെല്ലാം പിന്നെ എന്നുള്ളൊരു നിലപാടായിരുന്നു ആ വ്യക്തിക്ക്. ആ വ്യക്തി മനസ്സിലാക്കിയില്ല നിങ്ങളുടെ അവസ്ഥകൾ. ആ വ്യക്തി പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതായിരുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിഷമിക്കുന്ന ദുഃഖങ്ങൾ. പക്ഷെ ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാതെയും ഒന്നിനെക്കുറിച്ചും മനസ്സിലാക്കാതെയും ആ വ്യക്തി മുന്നോട്ട് പോയി. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെല്ലാ കാലവും എല്ലാം സഹിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണ്, ഒരു വിശ്വാസമാണ് ഉണ്ടായത്. പക്ഷെ നിങ്ങൾക്കൊരു മനസ്സുണ്ടെന്നും നിങ്ങളുടെ മനസ്സ് ഉരുകുകയാണെന്നും ആ വ്യക്തി ഇതുവരെ ചിന്തിച്ചില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് പുറകോട്ട് നടന്നപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ കൈപ്പേറിയ അനുഭവങ്ങളുടെ മരവിപ്പിനാൽ
ഒന്ന് മാറി നിന്നപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ വില. തേർഡ് പാർട്ടി ആയിട്ട് ആ വ്യക്തി ചിരിച്ച് കളിച്ച് മുന്നോട്ട് പോയത് നിങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ്. പല കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിൽക്കാൻ കഴിഞ്ഞത്. ആ സ്ഥാനത്ത് നിന്ന് നിങ്ങളങ്ങോട്ട് മാറിയപ്പോൾ ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കുന്നു നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. തേർഡ് പാർട്ടിയുടെ തനിനിറം ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തേർഡ് പാർട്ടിയുടെ ആത്മാർത്ഥതയുടെ പെട്ടിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കലുമാണെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ പോയപ്പോൾ എല്ലാം ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ശൂന്യത നികത്താൻ ഒരു തേർഡ് പാർട്ടിക്കോ ഒരാൾക്കോ സാധിക്കാതെ വരുന്നു. അങ്ങനെ ഏറ്റവും കൃത്യമായ അനുഭവത്തിലൂടെ ആ വ്യക്തി നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു, നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും ആ വഴിതെറ്റിയ വഴിയിലേക്കില്ലെന്ന് ആ വ്യക്തി ശപഥം ചെയ്യുന്നു മനസ്സിൽ. നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കിട്ടുന്നു. കാരണം മാറി നിന്നപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയുമില്ല. അത്രത്തോളം ആത്മാർത്ഥതയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കിട്ടുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് പുറകെ വരുന്നു. ആ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.